burning of lifeboats. It's a kind of thought. That is, we are not at all looking on to an option B, just focusing on plan A itself. എന്ന് പറഞ്ഞാൽ ലൈഫിൽ വേറെ ഒരു ഓപ്ഷനും ഇനി നമ്മുടെ മുന്നിലില്ല എന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. വി ജസ്റ്റ് ഫേസ് ഓൺ ദി പ്ലാൻ എ ഇറ്റ്സെൽഫ് വിത്ത് ഫുൾ ഡെഡിക്കേഷൻ, നല്ല കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ ഹാർഡ് വർക്കോടുകൂടി നമ്മൾ അങ്ങനെ തന്നെ അതിനോട് നമ്മൾ ഫോക്കസ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരാം, കരിയറിൽ വരാം, ചില ടേണിംഗ് പോയിൻറ്റ്സിൽ വരാം. ക്രൈസിസ് ഇല്ലാത്ത ലൈഫില്ലല്ലോ അല്ലേ? ഇല്ല, പിന്നെ അതിനെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിലും വരാം. അവിടെ എന്താ, ഡു ഓർ ഡൈ. That means either we have to face or we walk throughout it, and even though the roads are full of horns, thorns and even fire, there is no other option. We have to move on. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള സമയത്ത് നമ്മുടെ ലൈഫിലുണ്ടല്ലോ, ശരിക്കും നമ്മൾ ഒത്തിരി താഴ്ന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. പക്ഷെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഒന്നും ഉയർത്തെഴുന്നുണ്ട്. നമ്മളെ തളർത്തിയിടാൻ ഒത്തിരി ഘടകങ്ങൾ കാണും. പക്ഷെ എന്നാലും നമ്മുടെ അവിടുത്തെ ഏതോ ഒരു ബലം, ഏതോ ഒരു ഇന്നർ കോൾ ആൻഡ് ഇന്നർ ഒരു സ്പിരിച്വൽ കോള് നമ്മളെ പിന്നെയും മുന്നോട്ട് നയിക്കും. അതേപോലെ തന്നെ ഈവൻ നമ്മൾ കണ്ടിട്ടില്ലേ, ഈഗിള് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെയൊക്കെ കുറേ എന്താ പറയുക ഫെദേഴ്സ് എല്ലാം പോകും. പിന്നെ അത് തിരിച്ചു വന്ന് അതേപോലെ തന്നെ അവരുടെ നഖങ്ങളും പോകും. ആ നഖങ്ങളെല്ലാം തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ, അവർ ശരിക്കും പുനർജന്മം എടുക്കുന്ന ഒരു ടൈമാണ്. അത്രയും വിഷമിച്ച് വന്നിട്ടാണ് പിന്നെ അവർക്ക് ഫെദേഴ്സൊക്കെ വന്നിട്ട് പിന്നെ അവർ പണ്ടത്തിൽ കൂടുതൽ ഉയർത്തെഴുന്നേക്കും. ഒരു സമ്മർ ഉണ്ടെങ്കിൽ വിൻ്റർ ഉണ്ട്, ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു പൊക്കമുണ്ട്. നമ്മുടെ ലൈഫിൽ ക്രൈസിസ് ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി, ജസ്റ്റ് ബേൺ ദി ലൈഫ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വേറെ ഓപ്ഷൻസ് എല്ലാം മാറ്റണം. എന്നിട്ട് നമ്മൾ ഒറ്റൊരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പ്രൊവൈഡഡ് വി ഷുഡ് നോ ദാറ്റ് ഈസ് ദി ഓൺലി ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് us ദാറ്റ് വിൽ ലീഡ് ടു ദി ഗോൾ ആൻഡ് ദി അച്ചീവ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ? എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ കമ്മിറ്റ്മെൻറ്റും നമ്മുടെ ഫുൾ ഡെഡിക്കേഷനോടുകൂടി നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാകും. നമ്മുടെ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ ഏറ്റവും വലിയ പ്ലാൻ എ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഏതാണ്? അതിന് ശരിക്കും ഫുൾ കമ്മിറ്റ്മെൻറ്റോടുകൂടിയും ഡെഡിക്കേഷനോടുകൂടി റിസ്ക് എടുക്കണം എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഒരു ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ത്വരയോട് കൂടിയിട്ടും വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സോ ദാറ്റ്സ് അബൌട്ട് ബേണിംഗ് ഓഫ് ലൈഫ് ബോട്ട്സ്. താങ്ക് യു.